വേണ്ടി അവര് വേറെ പല കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. വർഗീയതയൊന്നുമില്ല ഇവിടെ. അവർക്ക് ഇപ്പോഴും ആ ദോശ വിറ്റ് തിന്നാനേ പറ്റും. നമസ്കാരം. നല്ല ജീവനുള്ളൊരു നമസ്കാരം തിരിച്ചു കാണും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വോട്ടെടുപ്പിനൊക്കെ എല്ലാവരും തയ്യാറായ ഒരു പുതിയൊരു അവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നടത്തുന്നതാണ്. എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയാണ്, താമരചിഹ്നത്തിന് വേണ്ടിയാണ്. സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശ ധാരണ, എനിക്കൊരു ഊഹാപോഹം, എന്റെ നേതാക്കൾക്കൊരു നിശ്ചയം. അപ്പോ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണമല്ല. പക്ഷേ എന്നിലൂടെ നിങ്ങൾ എന്റെ പാർട്ടിയെ കാണും. ആ രാഷ്ട്രീയ കക്ഷിക്ക് നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും എന്ന് പറയുന്ന എന്റെ വിശ്വാസം. ആ പശ്ചാത്തലത്തിൽ പ്രചരണം കഴിഞ്ഞ 2 വർഷമായിട്ടും വളരെ തീവ്രമായ പ്രചരണം കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ശക്തമാണ് തൃശ്ശൂർ. രാജ്യസഭയിലെ എന്റെ അംഗത്വം അവസാനിക്കുന്നതിന് മുമ്പ് അതിലെ 2 വർഷം കോവിഡും കാര്യങ്ങളുമായിട്ടും ഫണ്ട് വിഹിതത്തിൽ നിന്ന് ഏകദേശം 10 കോടി നഷ്ടപ്പെടുകയും അത് പിന്നെ 2 കോടി തിരിച്ചു തരുന്ന അവസ്ഥയിൽ നമുക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ പ്രവർത്തനം എന്നതും നിങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഒരു MP, നിങ്ങൾ കാരണമല്ല, മറ്റ് പല രാഷ്ട്രീയ വക്രങ്ങളും കാരണം തോൽവി ഏറ്റുവാങ്ങി പോകേണ്ടി വന്ന MP എന്ന നിലയ്ക്കും ഞാൻ തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നിട്ട് അത് വളരെ അഭിമാനത്തോടെ ഞാൻ ആരുടെ മുമ്പിലും നെഞ്ച് വിരിച്ചു നിന്ന് പറയും. അതിനകത്ത് യാതൊരു സംശയവും ആർക്കും വേണ്ട. അത് അവരുടെ തന്നെ ചില ഇക്കരെ അക്കരക്കാരൊക്കെ പറയുന്നുണ്ട്, അല്ലേ? കേട്ടില്ലേ? അതൊക്കെ ഇത്രയേ ഉള്ളൂ. സന്തോഷം. വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവണം എന്നാണ് എന്റെ വലിയ അഭിപ്രായമല്ല. ശക്തമായി നിങ്ങൾ തീരുമാനമെടുക്കണം. ഇനി നിങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വേണ്ടി വോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഗുണമുള്ള വോട്ടേ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനമെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിന് നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ആള് ആര്, അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അദ്ദേഹം പറഞ്ഞ പോലെ ആ ഫ്ലോ അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് വഞ്ചിതരാവാൻ വേണ്ടി അവര് വേറെ പല കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. വർഗീയതയൊന്നുമില്ല ഇവിടെ. അവർക്ക് ഇപ്പോഴും ആ ദോശ വിറ്റ് തിന്നാനേ പറ്റും. ആ അപ്പം അവര് വേവിക്കാൻ വേണ്ട, തിന്നണമെങ്കിൽ തിന്നോട്ടെ, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കാൻ നടക്കണ്ട എന്ന് വേണം നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാൻ. ആ മറുപടി ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തില് ഗൂണ്ട രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ അത്രയും മുഖത്തടിച്ച മാതിരി അത് പറയാൻ ഒക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ വോട്ട് നൽകുന്ന വിഷയം വരുമ്പോൾ നിങ്ങളുടെ ആ വികാരം സ്വീകരിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, നിങ്ങളോട് അപേക്ഷിക്കും. ഉറപ്പായിട്ടും തൃശ്ശൂരിന് ഇതിന് മുമ്പ് തെരഞ്ഞെടുത്തയാൾ, അതിനു മുമ്പ് തെരഞ്ഞെടുത്തയാൾ എന്ന് പറയുന്ന 2 പ്രബല രാഷ്ട്രീയ കക്ഷികളുടെയും MP-മാർ വന്നു കഴിഞ്ഞു. അവർ ചെയ്തതിനേക്കാൾ വളരെ ഭേദപ്പെട്ട രീതിയിൽ ഒരു MP എന്ന നിലയ്ക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പു വരുന്നു. അതിനപ്പുറം എന്ത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു താരതമ്യം ചെയ്യലല്ല, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാമായിരുന്നു, അതെന്തുകൊണ്ട് ചെയ്തില്ല, അതുകൊണ്ട് ഇനി നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും ഇനി അവസരമില്ല.
ഞങ്ങൾ ഇങ്ങനെ മാറി മാറി അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് ചുട്ടുകൊണ്ട് നിൽക്കാൻ തയ്യാറല്ല. ഇനി ഞങ്ങൾക്ക് കഴിക്കണം. ഞങ്ങൾ ഒന്ന് ദോശക്കല്ലും മാറുന്നു, അതിലേക്ക് ഒഴിക്കുന്ന മാവ് മാറുന്നു. നമ്മൾ പുതിയ ഒരു വോട്ടിംഗ് രീതിയിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇനി മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നത് എന്റെ ആത്മവിശ്വാസം. ഇവിടെ ഇപ്പോൾ ഉള്ള 500 ചില്ലാനം വോട്ട് 700 800 ആക്കിയിട്ട് കാര്യമില്ല, കൂടുതലാവണം. കാരണം ഇതിനെ നീങ്ങാൻ പാകത്തിൽ അവർ ചില ഡീലുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. തോൽപ്പിക്കാനുള്ള മാർഗങ്ങളാണ് അവർ നോക്കുന്നത്, ജയിക്കാനുള്ള മാർഗമേ അല്ല. എനിക്ക് ജയിച്ചാൽ മതി, ഞാൻ ജയിച്ചാൽ ജയിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. ഇങ്ങനെ പറയാൻ അവർക്ക് ചങ്കൂറ്റമുണ്ടോ? അങ്ങനെ ഒരു ഓട്ടച്ചങ്ക് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അവരോട് ചോദിക്കണം, അപ്പൊ ഇത്രയും കാലമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ബാക്കി രംഗം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് കാണേണ്ട രംഗം നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളിന് വേണ്ടി വോട്ട് ചെയ്ത് എന്താണ് 5 വർഷം കൊണ്ട് 2029 മുമ്പ് ഞാൻ ഇനി വീണ്ടും വരികയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് പകരം ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പ്രവർത്തനത്തിന്റെ മികവായിരിക്കും നിങ്ങൾക്കുള്ള ഭാവി വാഗ്ദാനമായി, അതിന്റെ നട്ടലുറപ്പായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുകൂടി ഞാൻ വാക്ക് തരും. അങ്ങനെ ചെയ്യല്ലേ? ഒന്ന് കൈപൊക്കിയ നന്ദി, ഒരുപാട് സ്നേഹം, നമസ്കാരം.